ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉത്രാട ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം ഉത്രാട ദിവസം ആയിട്ട് എല്ലാം പുതിയതായിട്ടൊന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റും കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം രാവിലെ തന്നെ മെഷീനിലിടുന്നുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തൂത്ത് തുടയ്ക്കുന്നത് രാത്രിയിലേ തുടയ്ക്കത്തുള്ളൂ. അപ്പം എല്ലാം ഒന്ന് തൂത്ത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് സോഫയുടെ അടിയിൽ നിന്ന് എല്ലാവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം തൂത്തിട്ടിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പം അവരുടെ കൂടെ തന്നെ ഞാനും കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുവാണേ. അപ്പം ഇതെല്ലാം വിരിച്ചിട്ട് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റും എല്ലാം വിരിച്ച് റൂമെല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മരണം ഉണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ. അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡും ഒക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും പിള്ളേർക്ക് ഊഞ്ഞാല് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവർക്ക് ഊഞ്ഞാല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അപ്പുറത്തൊക്കെ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അച്ഛൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് വിളക്ക് എത്തിക്കുന്നതിന് മുന്നേ ചൂല് താത്തു വെക്കണം എന്ന് പറയുമല്ലോ. അപ്പം രാവിലെ മുറ്റടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാം ഒന്ന് തൂത്തിട്ടിട്ട് വേണം ബാക്കി അകത്ത് കയറി ഈ അകത്തെ കാര്യങ്ങളും കൂടെ കുറച്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ആടുവാണേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി വണ്ടിയിൽ എണ്ണ അടിക്കാൻ പോകണം. കാരണം ഇനി തിരുവോണമൊക്കെ ആയിട്ട് ചിലപ്പം പമ്പ് കാണത്തില്ലെങ്കിലും, അതുകൊണ്ട് എണ്ണ അടിക്കാൻ പോകണം. പിന്നെ എനിക്ക് ഡ്രസ്സിന് ഇടാനായിട്ടൊരു കമ്മല് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയാൽ വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വിളക്കത്തിക്കുന്നതിന് മുന്നേ ആയിട്ടെല്ലാം ഒന്ന് തൂത്ത് ഇനി ഒന്ന് തുടക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ജോലിയെല്ലാം തീരും. പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, ഈ മരണ വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അതും എല്ലാം കഴുകിയിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വിളക്കെത്തിക്കാറാകുമ്പോഴത്തേക്കും ചൂട് കാത്തു വെക്കണമല്ലോ. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ തൂക്കിയും തുടക്കിയും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്കുള്ള ജോലി ബാത്റൂമും കൂടെ ഒന്ന് കഴുകണം. അപ്പം തുടച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. കുറച്ച് നേരം നല്ല മഴയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ബാത്റൂം കഴുകണം. അതിന് മുന്നേ ആയിട്ട് മുഖത്ത് ഒന്ന് ഓയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മസാജും എല്ലാം ചെയ്ത് ബാത്റൂം എല്ലാം കഴുകിയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇനി നാളെ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മറക്കാതിരിക്കാൻ വേണ്ടി ഫോണിൽ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ അമ്പലത്തിൽ ഇടാനുള്ള എൻ്റെ അതുകൊണ്ടും ഡ്രസ്സും എല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. രാവിലെ തപ്പുണ്ടല്ലോ, അത് അങ്ങനെ എല്ലായിടത്ത് ഹാങ്കറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനിടാനുള്ള കമ്മലും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കമ്മൽ തന്നെ ആണ് ഞാൻ ഇടുന്നത്. കാരണം മേടിക്കാൻ പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച കമ്മൽ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടുന്ന 2-4 കമ്മലിന് സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ രാവിലെ ഇടുമ്പോൾ എനിക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് അരിയാനുള്ളതും കൂടെ അരിയണം. അത് ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടേ അരിയത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ഉത്രാട ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.